നമുക്കിനി മധ്യകേരളത്തിലേക്ക് പോകാം, കൊച്ചിയിലേക്ക് പോകാം. കൊച്ചിയിൽ നിന്ന് അഹമ്മദ് മുസ്തഫയാണ് ചേരുന്നത്. മുസ്തഫ, എന്തൊക്കെയാണ് മധ്യകേരളത്തിൽ നിന്നുള്ള പ്രധാന വാർത്തകൾ? പ്രധാനമായും ഇന്ന് കൊച്ചിയിൽ നടക്കുന്നത് ഈ കന്നുകാലികളിലെ പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിൽ മന്ത്രി ചിഞ്ചു റാണി നിർവഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ചർമ്മമുഴ പ്രതിരോധത്തിനാണ് ഈ കുത്തിവയ്പ്പ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് വൈകുന്നേരം 5 മണിക്ക് മന്ത്രി ചിഞ്ചു റാണി, മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി ഈ പരിപാടി കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. പോത്താനിക്കാടാണ് ഈ പരിപാടി. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ടാവും. ഒപ്പം തന്നെ കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലിൻ്റെ സമ്മേളനം കൊച്ചിയിൽ ആരംഭിക്കുകയാണ്. ഇന്നു മുതൽ അടുത്ത 4 ദിവസം 9-ാം തീയതി വരെ ഈ പരിപാടി കൊച്ചിയിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദൈവശാസ്ത്ര കൗൺസിലിൻ്റെ ഒരു സമ്മേളനമായിട്ടാണ് ഇത് കാണുന്നത്. എന്തായാലും വിവിധ വിഷയങ്ങൾ ഈ സമ്മേളനത്തിൽ ചർച്ചയാകും. പ്രത്യേകിച്ച് ചില പേപ്പർ പ്രസൻറ്റേഷനുകൾ ഉൾപ്പെടെ ഈ സമ്മേളനത്തിൽ പദ്ധതിയുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ വയനാട് മുണ്ടക്കൈ ദുരന്തം, അതോടൊപ്പം തന്നെ വിലങ്ങാട് ദുരന്തം ഉൾപ്പെടെയുള്ള അവിടെയുള്ള ആളുകളുടെ, പ്രത്യേകിച്ച് ഈ വലിയ ദുരന്തമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെയുള്ള ആളുകളുടെ പുനരധിവാസം ഉൾപ്പെടെ ഈ 4 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ ചർച്ചയാകും. ഒപ്പം തന്നെ നെടുമ്പാശ്ശേരിയിൽ ഇന്നലെ രാത്രി കഴിഞ്ഞ 2 ദിവസമായി പോകേണ്ട വിമാനം ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് പുറപ്പെട്ടത്. പക്ഷേ അപ്പോഴും ഇന്നലെ രാത്രി പോകേണ്ട യാത്രക്കാർക്ക് ഇന്ന് ഇന്നലെ പോകാനായിട്ടില്ല. ഇപ്പോൾ പുറപ്പെട്ട വിമാനം ഷട്ടിൽ സർവീസ് പോലെയാണ്. അത് മടങ്ങി വന്നതിന് ശേഷമാണ് യാത്രക്കാർക്ക് പോകാനാവുക. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 2 ദിവസമായി യാത്രക്കാർ പ്രതിഷേധിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡെവലപ്മെന്റുകൾ ഇന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതും പ്രധാനപ്പെട്ട മധ്യ കേരളത്തിലെ വാർത്തയാകും. ദിവ്യ.